ഇത്തിരി കഞ്ചാവുണ്ട്, തള്ളക്ക് തരട്ടെ. ഓടെ അവിടെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണ. അമ്മയാ പറഞ്ഞ തള്ളക്ക് തരാൻ. എടാ നിന്റെ മറ്റോൾക്ക് കൊണ്ടു കൊടുക്കണ ശരി പോടാ. പറ്റെഴുതുന്നേ ഒരു ഊണ്. ഇന്നലത്തെ ബാക്കിയും കൂടെ എടുത്തിട്ടുണ്ടേ. മുരുക എടി മോളെ, വന്ന സമയത്തിനുള്ളിൽ ആ മാഷയുടെ ചാവി നിന്റെ അരക്കെട്ടിലാക്കിയില്ലേ? സമ്മതിച്ചിട്ട് എടി മോളെ ഒന്നവിടെ നിന്ന് ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. എടി ഒന്നവിടെ നിക്കേ. ഒന്ന് നിക്കടി പെൺകുട്ടി, ചോദിച്ചോട്ടെ നിന്നോട്. ഇച്ചിരി നേരം നിക്കടി പെണ്ണെ. എടി ഒന്ന് നിക്കടി അവിടെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടേന്ന്. ഇവിടെ ഇറക്കം മെഴുക്കുവരട്ടി. വെട്ടി വിഴുങ്ങടാ നീ, വെട്ടി വിഴുങ്ങ. ആ കൂട്ടുകാരൻ നോക്കടി. വരുന്നൂന്ന്. ഇത്തിരി പുളിശ്ശേരി അച്ചാറും. പുളിശ്ശേരി ഇവിടെ പുളിശ്ശേരി വിളമ്പ്. മാങ്ങാക്കറി ഇവിടെ വെച്ചിട്ട് നീ ഞാൻ പിടിച്ചോളാടി. അമ്പടി കേമി. ഒരു കാര്യം ചോദിക്കാനായിട്ട് പറഞ്ഞിട്ട് അവള് സമ്മതിക്കില്ല. എന്ത് ശബിയാണിത്? എടി നീ എന്നെ തള്ളി മാറ്റിട്ട് പോണത് ഞാനൊന്ന് കാണട്ടെ. എന്താടി നീ മനുഷ്യനെ കാണാത്ത പോലെ? ഈ പെണ്ണ് ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ ഇവരെയൊക്കെ പറഞ്ഞയച്ചിട്ട് വരാം, അങ്ങോട്ട് മാറുന്നുള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ലേ മുരുക. ഒരു പഴം ഇങ്ങട് പോന്നോട്ടെ, ചങ്ക് പൊട്ട വെച്ചിട്ടും വയ്യ. ആരാ രസം ചോദിച്ചത്? ഇവിടെ. ഇവിടെ അല്ലേ? എടി മോളെ, ഒരു 5 രൂപ ഇങ്ങട് തന്നെ. അതിന്ന് ഒരു 5 രൂപ ഇങ്ങോട്ട് തരാനേ. അയ്യോ ഞാൻ തരില്ല. അതെന്താ? തരാൻ പാടില്ല, അത്ര തന്നെ. ഇത്ര പൊള്ളാനായിട്ട് അത് നിന്റെ കാശൊന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെയാ. ഇതേ മാഷിക്ക് കണക്കേൽപ്പിക്കാനുള്ളതാ. എനിക്കിത് വേണടി. തെണ്ടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചേനെ. എനിക്കിതന്നെ വേണം. ഓരും വിട്ടോളെ. മനസ്സിലാവുണ്ടീ? ഇവിടെ നടക്കണ കുട്ടൻസോ ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിയുടെ താക്കോല് നിന്റെ അരക്കെട്ടിലെത്തിയ ഹുങ്കല്ലടി നീ കാണിക്കുന്നത്. തീർത്തരാടി, ഞാനായിട്ട് തന്നെ തീർത്തരാടി. എടി ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ 1/2 സെക്കൻഡ് മതിയിടി പെണ്ണെ, 1/2 സെക്കൻഡ്. നിന്നൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിലേ ഈ തള്ളയുണ്ട്. എന്താ എന്നോട് ഒരു 5 രൂപ ചോദിച്ചു. ഞാനത് കൊടുക്കാത്തോണ്ടാ. ദിവസം വന്ന് ഞഞ്ഞ മേടിച്ചോണ്ട് പോകണ്ടല്ലോ, പിന്നെന്തിനാ കാശ്? കുഴിച്ചിടാൻ. എന്നിട്ട് മുളച്ചു വരുമ്പോഴേ ഇങ്ങനെ പറിച്ചെടുക്കാൻ. എന്നാലേ കുഴിച്ചിട്ടാ മുളയ്ക്കുന്ന കാശൊന്നും ഇവിടെ ഇല്ല. നല്ലോണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശേ ഉള്ളൂ. അധ്വാനിച്ചുണ്ടാക്കണ കാശേ നാട്ടുകാർക്കൊക്കെ അറിയണം നിന്റെ അധ്വാനം. മിണ്ടാൻ വേണം. മിണ്ടാൻ തന്നെയാണ് പോണത്. ചായ കച്ചവടം മാത്രല്ല ഇവിടെ നടക്കണത്. വേണമെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണത്തിനെയും കൂടെ കൊണ്ടുതരാ. നടത്തിക്കോടാ, വെച്ച് നടത്തിക്കോടാ. അയ്യോ എന്റെ പല്ലേ, എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ലേ, അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പല്ല് പോയേ. കാണിച്ചു തരാടാ എരപ്പേ. തള്ള ആരെന്ന് അറിയിച്ചു തരാടാ നിന്നെ. എടാ കണ്ടാ തവളെ പോലെ ആണെങ്കിലും മൂർഖും പാമ്പിനെയാടാ നീ നോവിച്ചു വിട്ടേക്കണത്. അയ്യോ എന്റെ പല്ല് പോയേ, അയ്യോ എന്റെ പോയേ. വായിലിരിക്കുന്നത് കേട്ടാ സ്വന്തം തള്ളയായാലും തല്ലു കൊടുത്തു പോകൂലേ? അത് കൈ വെച്ചോളൂ. കുട്ടി വിഷമിക്കൊന്നും വേണ്ട. ആ തള്ളയെന്ന് പലതും പറയും. ഊണ് കഴിച്ചോ? ഒന്ന് ശരിക്കാം. എന്തേ രക്തചന്ദ്രൻ വരട്ടിയതാ? പേടിച്ചു പോയി. അപ്പൊ പേടിയുണ്ടല്ലേ? പിന്നെ കുട്ടിത്തേവാങ്ക് പോലെ വന്നു നിന്നാ പേടിക്കാതിരിക്കോ? എന്താ? ഓ അപ്പൊ എന്നെ കണ്ട കുട്ടിത്തേവാങ്ക് മാതിരിയല്ലേ? അല്ല അങ്ങനെയല്ല, വെറുതെ ചുമ്മാ പറഞ്ഞതാ. ഒന്നുമല്ല. അപ്പോഴേക്കും പിടങ്ങിയോ? പിണങ്ങി.
ഒന്ന് നിക്കുവോ? എന്തൊരു ശേലമായെന്ന് കാണാൻ. മുഖം ഇപ്പൊ കണ്ട സ്വർണം പോലെ. ഞാനൊന്ന് തൊട്ടോട്ടെ. ഏയ്
ഇങ്ങോട്ട് വാ വലിക്കണോടാ ഇതിനെ. എന്താ പതിവില്ലാണ്ട് കിടപ്പ്? മുഖം എന്താ വല്ലാതെ? കണ്ണൊക്കെ ചുവന്ന് പനിയുണ്ടോ? ഇല്ല, ഒരു ചെറിയ തലവേദന. അടുക്കളയിൽ കയറി പുക കൊണ്ടിട്ടാ. അതെങ്ങനെ അവൻ പച്ച വിറയെ കത്തിക്കൂ. ആദ്യം ഈറിനൊക്കെ ഒന്ന് മാറി കുറച്ചേരം സുഖമായിട്ട് കണ്ണടച്ച് കിടക്കുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ പൂവാങ്കുറുന്നലും കുരുമുളകും കൂടി പ്രയോഗമുണ്ട്. കുഞ്ഞിന് വരട്ടെ, അവനെ അതൊക്കെ അറിയൂ. കിടന്നോളൂ.